ഹലോ, ഞാനൊരു ചെറിയ പരീക്ഷണമായിട്ടാണ് വന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. ഞാൻ ഇവിടെ ഒരു മന്തിയാണ് ഉണ്ടാക്കുന്നത്, ബീഫ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് മട്ടൻ വെച്ചിട്ട് ഇതേ റെസിപ്പിയിൽ ഉണ്ടാക്കാൻ പറ്റും. എന്നാലും നമ്മൾ തുടങ്ങിയല്ലേ. ഓക്കെ, ഇവർ ഉണ്ടാക്കി നോക്കും, സൂപ്പർ അഭിപ്രായം പറയുന്ന മക്കളൊക്കെ. ഞാനിവിടെ അതിന് ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ ഒരു 3/4 കിലോ ബീഫാണ്. ചെറിയ പീസാണ്, കുറച്ച് വലിയ പീസാണ് കുറച്ചുകൂടി ബെറ്റർ. അത് ഞാനൊരു കുക്കർ എടുത്തിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ട് ബീഫ് മുങ്ങുന്നതിനനുസരിച്ച് വെള്ളവും വെച്ച് നമുക്കൊരു 8 വിസിൽ വരുന്നവരെ ഉപയോഗിക്കാം. മട്ടനാണെങ്കിൽ 6 വിസിൽ മതി. അപ്പോൾ അത് ഏകദേശം വേകുന്നുണ്ട്. ഇപ്പം നമ്മളെ ബീഫൊക്കെ നല്ലതുപോലെ വെന്തു. ഇനി നമ്മൾ ചോറുണ്ടാക്കുന്ന വലിയ പാത്രം എടുത്ത്, അടികട്ടിയുള്ള പാത്രം എടുത്ത് ഒരു 150 ml സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. അത് നല്ലപോലെ ചൂടായതിന് ശേഷം നമ്മൾ ഈ റെഡിയായി വെച്ച ബീഫ് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആയിട്ടെടുക്കണം. ഒരു 5 മിനിറ്റ് ഒരു കളറൊന്ന് മാറിക്കിട്ടിയാൽ ഒരു സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മളെ ബീഫൊക്കെ ഏകദേശം ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കുറച്ച് മസാലകൾ ചേർക്കണം. പട്ട, ലവങ്ങ, ഏലക്ക, ബേ ലീവ്സ് ഇതുകൂടെ നമ്മൾ ഈ മൊരിഞ്ഞ് വന്ന ബീഫിലോട്ട് ചേർക്കുക. ഒരു മീഡിയം ഫ്ലെയിം വെച്ചാൽ മതി. നമ്മൾ അടുത്ത ചേർക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. പിന്നെ ഒരു 3 സവാള, ഒരു തക്കാളി, ഒരു 3-4 പച്ചമുളക് എരിവിനനുസരിച്ച് അതുകൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഇളക്കി നല്ല യോജിപ്പിക്കുക. ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വെച്ചാൽ അതൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടും. നമുക്ക് ആ സമയത്ത് ചോറുണ്ടാക്കാം. തിളച്ച് വെച്ച വെള്ളത്തിൽ നമ്മൾ പട്ട, ലവങ്ങ, ഏലക്ക, കുറച്ച് ജീരകം, ഒരു ഉണക്കമുന്തിരി ചേർക്കുക. 1/4 മണിക്കൂർ ഊറ്റി വെച്ച ബാസ്മതി അരി കൂടെ ചേർത്ത് നമ്മൾ നല്ല തിളക്കണം വെള്ളം. ഇനി നമ്മളതിൻ്റെ അകത്ത് ഉപ്പ് കുറച്ച് കൂടുതൽ ചേർക്കണം. എന്നാൽ നമ്മൾ ഊറ്റുന്നത് കൊണ്ട് ഉപ്പ് കുറച്ച് കൂടുതൽ ചേർക്കാം. ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീര്, കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് സാധാരണ ചോറുണ്ടാക്കുന്ന പോലെ തന്നെ ഊറ്റിയെടുക്കാം. നമ്മുടെ മസാല ഒക്കെ നല്ല ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മളതിൻ്റെ അകത്ത് പൊടികൾ ചേർക്കാം. കുറച്ച് മന്തി മസാല, ഒരു ചിക്കൻ ക്യൂബ്സ്, കുറച്ച് മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് പെപ്പർ പൗഡർ, ഒരു 1.5 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ചേർത്താൽ മതി. ഉപ്പ് ഓൾറെഡി ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. പിന്നെ ഒരു 1/4 ലിറ്റർ തൈര്, പിന്നെ മല്ലി, പുതിന, ക്യാരറ്റ്, ഒരു അര ക്യാപ്സിക്കോ ഇതുകൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിക്കുക. ഒരു അര ചെറുനാരങ്ങ കൂടെ ചേർക്കുക, നീര്. അപ്പോൾ നമ്മളെ മസാലയൊക്കെ നല്ല ഉടഞ്ഞ് നല്ല സൂപ്പറായിട്ട് നമ്മളെ ചോറും വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ ദമ്മെടുത്താൽ മതി. അത് ഒരു ചെറിയ കഷ്ണം പൈനാപ്പിൾ, ഒരു ഫ്ലേവറിന് വേണ്ടി നല്ല ഫ്ലേവറായിരിക്കും. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി ഒന്ന് ഗീയിൽ റോസ്റ്റ് ചെയ്തിട്ട് ആ ഗീ അടക്കം നമുക്ക് അതിൻ്റെ അകത്ത് വിടാം. പിന്നെ കുറച്ച് കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി പാലിൽ കലക്കിയിട്ട് അതുകൂടെ ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒന്ന് സ്മോക്ക് ഫ്ലേവറിന് ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി. കുറച്ച് ചാർക്കോൾ വെച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് പെട്ടെന്ന് മൂടി വെക്കണം. പിന്നെ നമ്മളെ ബാക്കിയുള്ള ബീഫിൻ്റെ സ്റ്റോക്ക് കൂടെ ഇതിൻ്റെ അകത്ത് കുറച്ച് ഒഴിച്ചു കൊടുക്കണം. ആ ചോറിൽ 4 പറയും. നമുക്കൊരു 20 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിൽ, ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ദം ചെയ്തിട്ടെടുത്താൽ മതി. ഇപ്പോൾ ചോറൊക്കെ റെഡി ആയതുകൊണ്ട് നമ്മളതൊന്ന് ഫുള്ളായിട്ട് മിക്സ് ചെയ്തിട്ട് ഇറച്ചിയൊക്കെ മേലെയാക്കുക. എന്നിട്ട് നമുക്ക് സർവ് ചെയ്യാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളും കമൻറ്റൊക്കെ അറിയിക്കുക. ഓക്കെ, ബായ്.